ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 വാക്യം മുതൽ വായിക്കാം. യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസേപ്പിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകയിലും വരും. അപ്പൻ്റെ അനുഗ്രഹങ്ങൾ, പൂർവ്വീയ പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ മകനെ നിനക്കുണ്ട് എന്നാണ് യാക്കോബ് യൗസേപ്പിനെ അനുഗ്രഹിക്കുന്നത്. നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിന്റെ തലമേലിരിക്കും. മാത്രമല്ല, നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ യൗസേപ്പിൻ്റെ നെറുകയിലും വരും എന്നത്രേ യാക്കോബ് അനുഗ്രഹിക്കുന്നത്. എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ എൻ്റെ അപ്പനായ ഇസ്ഹാക്കിൻ്റെയും എൻ്റെ പൂർവ്വീയ പിതാവായ അബ്രഹാമിൻ്റെയും അനുഗ്രഹങ്ങൾ നിൻ്റെ നെറുകയിലും നിൻ്റെ തലയിലുമുണ്ട്. അതിൻ്റെ മീതെ ഇതാ എൻ്റെ അനുഗ്രഹങ്ങളും എന്നാണ് യാക്കോബ് പറയുന്നത്. നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസേപ്പിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകയിലും വരും. ഈ അനുഗ്രഹവാക്കുകൾ അത്യന്തം ആശ്വാസകരമാണ്. മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത് അതെത്രയോ ഭാഗ്യകരമായ അനുഭവമാണ്. ലിവിങ് ബൈബിൾ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യാക്കോബ് യൗസേപ്പിന് കൊടുക്കുന്ന അനുഗ്രഹം: ജോസഫ് ഈസ് എ ഫ്രൂട്ട്ഫുൾ ട്രീ ബിസൈഡ് എ ഫൗണ്ടൻ. ഹിസ് ബ്രാഞ്ചസ് ഷെയ്ഡ് ദ വോൾ. ഹി ഹാസ് ബീൻ സിവിയർലി ഇൻജുവേർഡ് ബൈ ദോസ് ഹു ഷോട്ട് അറ്റ് ഹിം ആൻഡ് പെർസിക്യൂട്ടഡ് ഹിം. But their weapons were shattered by the mighty one of Jacob, the shepherd, the rock of Israel. May the God of your fathers, the Almighty, bless you with blessings of heaven above and of the earth beneath, blessings of the breast and the womb, blessings of the grain and flowers, blessings reaching to the utmost bounds of the everlasting hills. These shall be the blessings upon the head of Joseph, who was exiled from his brothers. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിന് കിട്ടുന്നതായ അനുഗ്രഹം ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ കുറേ കൂടി ഹൃദയസ്പർശിയാണ്, ഹൃദയത്തെ തൊടുന്നതാണ്, ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതാണ്, ഹൃദയത്തെ പുളകം കൊള്ളിക്കുന്നതാണ്. അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി യോസേപ്പിൻ്റെ തലയിലും അവൻ്റെ നെറുകയിലും വീഴുകയാണ്. ഈ അനുഗ്രഹം ഇപ്പോൾ യാക്കോബ് അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹം മറ്റു വിധത്തിൽ നമുക്ക് കാണാൻ കിട്ടും. അത് ആവർത്തന പുസ്തകം 33 അധ്യായത്തിലാണ്. ആവർത്തന പുസ്തകം 33 അധ്യായത്തിൻ്റെ 13 വാക്യം മുതൽ 18 വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ യൗസേപ്പിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കാണാം. അത് മോശ നൽകുന്ന അനുഗ്രഹമാണ്. 430 ആണ്ടുകൾക്ക് ശേഷം മോശ യോസേപ്പ് ഗോത്രത്തെ അനുഗ്രഹിക്കുകയാണ്. യോസേപ്പിനെയും യോസേപ്പിൻ്റെ സന്തതി പരമ്പരകളെയും അനുഗ്രഹിക്കുകയാണ്. നോക്കൂ, തലമുറകൾ കഴിഞ്ഞു, വർഷങ്ങൾ പോരാ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. യൗസേപ്പിനും യൗസേപ്പിൻ്റെ സന്തതി പരമ്പരകൾക്കും അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഭാഗ്യം ലഭിക്കുകയാണ്. 430 വർഷങ്ങൾക്ക് ശേഷം മോശ മരിക്കുന്നതിന് മുൻപായി യൗസേപ്പിനെ അനുഗ്രഹിക്കുന്നു. മോശയുടെ മരണകാലത്ത് മോശ അനുഗ്രഹിക്കുന്നു. 430 പിന്നെയും കൃത്യം പറഞ്ഞാൽ പിന്നെ ഒരു 120 കൊല്ലങ്ങൾക്ക് ശേഷം, അതേ ഏതാണ്ട് 500 വർഷങ്ങൾക്ക് ശേഷം മോശ അനുഗ്രഹിക്കുകയാണ്. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആവർത്തന പുസ്തകം 33:13 മുതൽ യോസേപ്പിനെക്കുറിച്ച് അവൻ ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ടും അവൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യൗസേപ്പിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവ പൈതലിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. സ്നേഹിതരെ, നിങ്ങൾ ഈ വാക്കുകളെ കേട്ടപ്പോൾ നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ കൊതിയുണ്ടോ? നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന സമുദായം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന സഭ, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഇടവക,
നിങ്ങൾ ചേർന്ന് നിൽക്കുന്നതായ സമൂഹം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട്ടിലുള്ളവർ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളിൽ കൂടി അനേകം ആളുകൾക്കും അനേകം ദേശങ്ങൾക്കും സമാധാനവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാ അനുഗ്രഹങ്ങളും തരുവാൻ സ്വർഗത്തിലെ ദൈവം ആശയോടെ നിൽക്കുകയാണ്. എന്തെല്ലാമാണ് അനുഗ്രഹങ്ങൾ? യോസേപ്പിന് അനുഗ്രഹം ലഭിക്കുകയാണ്. അവൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്നാണ് പറയുന്നത്. യൗസേപ്പിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എങ്ങനെയെല്ലാം? ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ട് യോസേപ്പിൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ട് യോസേപ്പിൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ട് യോസേപ്പിൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും യോസേപ്പിൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ട് യോസേപ്പിൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും യോസേപ്പിൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഭൂമിയിലെ വിശേഷ വസ്തുക്കൾ കൊണ്ട് യോസേപ്പിൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഭൂമിയിലെ സമൃദ്ധി കൊണ്ട് യോസേപ്പിൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അങ്ങനെ അനുഗ്രഹിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും പറയുകയാണ്, മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം യോസേപ്പിൻ്റെ ശിരസിന്മേൽ വരുമാറാകട്ടെ. മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായ യോസേപ്പിൻ്റെ നെറുകമേൽ വരുമാറാകട്ടെ. ആരാണ് മുൾപ്പടർപ്പിൽ വസിച്ചത്? മുൾപ്പടർപ്പിൽ എഴുന്നള്ളി വന്നവൻ ആരാണ്? ഇതാ 120 വർഷം മുൻപ് മോശ മരിക്കുന്നതിന് ഇതാ അനേകം വർഷങ്ങൾക്ക് മുൻപ്, കൃത്യം പറഞ്ഞാൽ 80 വർഷങ്ങൾക്ക് മുൻപ് മോശ മുൾപ്പടർപ്പിൽ നിത്യനായ ദൈവത്തിൻ്റെ തേജസ് കണ്ടു. മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം യോസേപ്പിൻ്റെ ശിരസിന്മേലും തൻ്റെ സഹോദരന്മേൽ പ്രഭുവായവൻ്റെ നെറുകമേലും വരുമാറാകട്ടെ. അവൻ്റെ കടിഞ്ഞൂൽ കൂറ്റിന് അവൻ്റെ പ്രതാപം, അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ. അവയാൽ അവൻ സകല ജാതികളെയും ഭൂസീമാവാസികളെയും വെട്ടി ഓടിക്കും. അവ എഫ്രയീമിൻ്റെ 10,000-ങ്ങളും മനശ്ശെയുടെ 1000-ങ്ങളും തന്നെ. അതിമനോഹരമായ അനുഗ്രഹ വർണ്ണനയാണ് നാം അവിടെ കണ്ടത്. നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 33-12 മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു. കൺസേണിങ് ദ ട്രൈബ് ഓഫ് ജോസഫ് ഹീ സെഡ്, മേ ഹിസ് ലാൻഡ് ബി ബ്ലെസ്ഡ് ബൈ ഗോഡ്. ദൈവത്താൽ അവൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. വിത്ത് ദ ചോയ്സസ്റ്റ് ഗിഫ്റ്റ്സ് ഓഫ് ഹെവൻ. സ്വർഗത്തിലെ ഏറ്റവും വിശിഷ്ടമായ അനുഗ്രഹങ്ങൾ കൊണ്ട് യോസേപ്പിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആൻഡ് ഓഫ് ദി എർത്ത് ദാറ്റ് ലൈസ് ബിലോ. താഴെയുള്ള ഭൂമിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ടും യോസേപ്പിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മേ ഹി ബി ബ്ലെസ്ഡ്. യോസേപ്പ് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. വിത്ത് ദ ബെസ്റ്റ് ഓഫ് വാട്ട് ദ സൺ മേക്സ് ഗ്രോ. സൂര്യൻ എന്തിനെയെല്ലാം വളരുമാറാക്കുന്നുവോ അങ്ങനെയുള്ള സൂര്യൻ്റെ ഏറ്റവും നല്ലതായ സിദ്ധികൾ കൊണ്ട് യോസേപ്പിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഗ്രോയിങ് റിച്ച്ലി മന്ത് ബൈ മന്ത്. ഓരോ മാസവും പ്രതിമാസം മാസം തോറും അവയെല്ലാം സമൃദ്ധമായി വളരുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. വിത്ത് ദ ഫൈനസ്റ്റ് ഓഫ് മൗണ്ടൻ ക്രോപ്സ് ആൻഡ് ദ എവർലാസ്റ്റിംഗ് ഹിൽസ്. പർവ്വതങ്ങളിലെ വിളവുകളാലും കുന്നുകളിലെ ഒരിക്കലും തീരാത്ത നിക്ഷേപങ്ങളാലും യൗസേപ്പിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മേ ഹി ബി ബ്ലെസ്ഡ് വിത്ത് ദ ബെസ്റ്റ് ഗിഫ്റ്റ്സ് ഓഫ് ദി എർത്ത് ആൻഡ് ഇറ്റ്സ് ഫുൾനെസ്. അവൻ ഏറ്റവും നല്ല കൃപാവരങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മേ ഹി ബി ബ്ലെസ്ഡ് വിത്ത് ദ ബെസ്റ്റ് ഗിഫ്റ്റ്സ് ഓഫ് ദി എർത്ത് ആൻഡ് ഇറ്റ്സ് ഫുൾനെസ്. ഭൂമിയുടെ സകല സമ്പൂർണ്ണതയാലും യോസേപ്പ് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആൻഡ് വിത്ത് ദ ഫേവർ ഓഫ് ഗോഡ് ഹു അപ്പിയർഡ് ഇൻ ദ ബേണിംഗ് ബുഷ്. മുൾപടർപ്പിൽ കത്തുന്ന തീജ്വാലയിൽ, മുൾപടർപ്പ് കത്തുന്ന തീജ്വാലയിൽ പ്രത്യക്ഷനായ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹ നൽവരം കൊണ്ട് യൗസേപ്പ് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ലെറ്റ് ഓൾ ദീസ് ബ്ലെസ്സിങ്സ് കം അപ്പോൺ ജോസഫ്. ഈ അനുഗ്രഹങ്ങളെല്ലാം ജോസഫിൻ്റെ മേൽ വരുമാറാകട്ടെ. ദ പ്രിൻസ് എമംഗ് ഹിസ് ബ്രദേഴ്സ്. അവൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകയിൽ. ഹീസ് എ യങ് ബുൾ ഇൻ സ്ട്രെങ്ത് ആൻഡ് സ്പ്ലെൻഡർ. അവൻ സൗന്ദര്യ തികവിലും അവൻ ശക്തി പ്രചുരമയിലും അവൻ ഒരു രാജകുമാരനാണ്. മാത്രമല്ല ഹീസ് എ യങ് ബുൾ. അവനൊരു കാളക്കൂറ്റിനെ പോലെ കരുത്തനാണ്. അവൻ സൗന്ദര്യ തികവുള്ളവനുമാണ്. വിത്ത് ദ സ്ട്രോങ് ഹോൺസ് ഓഫ് എ വൈൽഡ് ഡോഗ്സ്. നല്ല കൂറ്റനായ കാള, നല്ല മൂർച്ചയുള്ള കൊമ്പുള്ള കാളയെപ്പോലെ അവൻ കരുത്തനും വീരനുമായി പരിലസിക്കട്ടെ.
to push against the nations everywhere. ഈ കാളക്കൊമ്പുകൾ കൊണ്ട് രാഷ്ട്രങ്ങളെ കുത്തിമറിക്കുവാൻ തക്കവണ്ണം വീരോചിതമായ യുദ്ധം ചെയ്യുവാൻ ശക്തനായി തീരട്ടെ. ദിസ് ഈസ് മൈ ബ്ലെസ്സിങ് ഓൺ ദ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എഫ്രൈം ആൻഡ് ദ തൗസൻഡ്സ് ഓഫ് മനശ്ശെ. മോശയുടെ മക്കളായ മനശ്ശയുടെയും എഫ്രൈമിൻ്റെയും ആധിക്യത്തിൻ്റെ മേൽ, സമൂഹത്തിൻ്റെ മേൽ ഞാൻ ചൊരിയുന്ന അനുഗ്രഹം ഇതത്രേ എന്നാണ് മോശ അവിടെ പാടുന്നത്. സഹോദരങ്ങളെ, യൗസേപ്പിന് അനുഗ്രഹം ലഭിച്ചു. യൗസേപ്പിന് അനുഗ്രഹം ലഭിച്ചു. ഇന്ന് യൗസേപ്പിന് യാക്കോബിൻ്റെ അനുഗ്രഹം കിട്ടിയ കാര്യം നാം കേട്ടു. യൗസേപ്പിന് ഫറവോയുടെ എല്ലാ ആശിഷങ്ങളും ഫറവോയുടെ എല്ലാ നന്മകളും ലഭിച്ച കാര്യം നാം ചിന്തിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ അത് നാം കാണുന്നു. 41-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ ഫറവോ രാജാവ് യൗസേപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്നാണ് ഫറവോ രാജാവ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 38-ാം വാക്യം മുതൽ 45-ാം വാക്യം വരെ ജാതീയ ചക്രവർത്തിയായ ഫറവോ രാജാവ് പറയുന്നു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. എന്താണ് ഈ അനുഗ്രഹത്തിൻ്റെ കാരണം? പുറജാതിക്കാരനാണെങ്കിലും ഫറവോ രാജാവ് കണ്ടു ഇവനിൽ ദൈവാത്മാവുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മെ മനസ്സിലാക്കാത്തവർ പോലും, നമ്മുടെ ആദർശം എന്താ എന്ന് കരുതാത്തവർ പോലും, ഒന്നും ഗ്രഹിക്കാത്തവർ പോലും നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്ന് കാണട്ടെ. ഇതാ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെന്ന്. ഐ പെർസീവ് ദാറ്റ് ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. ഇവൻ ദൈവത്തിൻ്റെ വിശുദ്ധനായ ഒരു പുരുഷനെന്ന് ശൂനേങ്കാരി ഏലിശ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. ഐ പെർസീവ് ദാറ്റ് ഹി ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിശുദ്ധനായ ഒരു പുരുഷൻ എന്ന് എലീശ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു. ഏലിയ പ്രവാചകനെക്കുറിച്ച് സരപ്തയിലെ വിധവ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സരപ്തയിലെ വിധവ പറഞ്ഞു, ഇവൻ ദൈവാത്മാവുള്ള പുരുഷൻ, ഇവൻ്റെ നാവിലുള്ള ദൈവത്തിൻ്റെ വചനം സത്യമെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഫറവോ യൗസേപ്പിനെ കുറിച്ച് പറയുകയാണ്. എന്താണ് ഫറവോ രാജാവ് പറയുന്നത്? ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേപ്പിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗ്രഹത്തിൻ്റെ മേലധികാരിയാകും. നിൻ്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേപ്പിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരമൂരി യോസേപ്പിൻ്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളി അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീനെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസേപ്പിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. മിസ്രയീമിനൊക്കെയും യോസേപ്പിനെ മേലധികാരിയാക്കി. എന്താണ് കാരണം? ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എനിക്ക് ദൈവാത്മാവുള്ളൊരു പുരുഷനാകണമെന്ന്, ദൈവാത്മാവുള്ളൊരു സ്ത്രീയാകണമെന്ന്, ദൈവാത്മാവുള്ളൊരു മനുഷ്യനാകണമെന്ന്? ഓ, ഹീസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇതാ ഒരു വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം വിശുദ്ധന്മാരാണ്. സങ്കീർത്തനക്കാരൻ നിലവിളിച്ചു, സങ്കീർത്തനക്കാരൻ അഭയാചന ചെയ്തു, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോയിരിക്കുന്നു. ഭക്തന്മാർ കുറവായിരിക്കുന്നു. വിശുദ്ധന്മാർ കുറഞ്ഞു പോയിരിക്കുന്നു. സഭകൾ ധാരാളമുണ്ട്, സമുദായങ്ങൾ ധാരാളമുണ്ട്, പള്ളികൾ ധാരാളമുണ്ട്. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകന്മാർ ഏറെയുണ്ട്. വളരെ പാണ്ഡിത്യമുള്ളവരുണ്ട്, പാണ്ഡിത്യ പ്രകർഷമുള്ളവരുണ്ട്, തിയോളജിക്കൽ ഡിഗ്രികളുള്ളവരുണ്ട്, തിയോളജിക്കൽ ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ല വാചാലമായി പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ട്, നല്ല ആശയബഹുലമായ ആന്തരിക സമ്പത്തുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, താത്വിക ആചാര്യന്മാരുണ്ട്, നല്ല ദാർശനികന്മാരുണ്ട്, നല്ല ബുദ്ധിജീവികളുണ്ട്, എന്തിനും പോന്നവരുണ്ട്. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശുദ്ധന്മാർ കുറഞ്ഞു പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവുള്ള ഒരു പുരുഷൻ മിസ്രയീമിലെത്തി. ഈജിപ്തിലെ പട്ടണ പരിഷ്കാരത്തിലേക്ക്, ആ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ മേധുരമായ മണിത്തൊട്ടിലേക്ക് ഇതാ ഒരുവൻ കടന്നു ചെന്നു. അതാരാണ്? ദൈവാത്മാവുള്ള ഒരു പുരുഷൻ. സഹോദരങ്ങളെ, ഇന്ന് ഈ സമൂഹത്തിൽ ദൈവാത്മാവുള്ളൊരു വ്യക്തിയായി നിങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമുണ്ടോ? മകനെ, നിനക്ക് ആഗ്രഹമുണ്ടോ? ദൈവാത്മാവുള്ളൊരു വ്യക്തിയായി എനിക്ക് ജീവിക്കണം. കർത്താവേ, നിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ വരരുത്. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതൊന്നും
എൻ്റെ ജീവിതത്തിൽ വരരുത്. ഇത്രയും കാലം നിൻ്റെ ആത്മാവിനെ ഞാൻ വേദനിപ്പിച്ചു. എൻ്റെ പാപങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചു. എൻ്റെ അഴുക്കുകൾ കൊണ്ടും എൻ്റെ അശുദ്ധി കൊണ്ടും എൻ്റെ സംസാരം കൊണ്ടും എൻ്റെ പ്രകൃതം കൊണ്ടും എൻ്റെ പ്രവണതകൾ കൊണ്ടും എൻ്റെ ജീവിതത്തിലെ വിവിധ രീതികൾ കൊണ്ടും നാഥ നിന്നെ ഞാൻ ദുഃഖിപ്പിച്ചു. ദൈവത്തിൻ്റെ ആത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, ഞാൻ നിന്നെ തുച്ഛീകരിച്ചു പോയി. നിൻ്റെ വചനത്തിന് ഞാൻ വില കൊടുത്തില്ല. നിൻ്റെ വചനം പറയുന്നവരെ ഞാൻ ആദരിച്ചില്ല. നിൻ്റെ വചനത്തിൻ്റെ വിലയെ ഞാൻ ഗൗനിച്ചില്ല. നിൻ്റെ വചനത്തിൻ്റെ വിലയെ ഞാൻ ഗണ്യമാക്കിയില്ല. നാഥാ ദൈവത്തിൻ്റെ ആത്മാവേ, എന്നോട് പൊറുക്കണമേ. കർത്താവായ യേശുവേ, എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ അകൃത്യം എൻ്റെ നെറുകയിൽ നിന്ന് മാറ്റണമേ. എൻ്റെ ശിരസിൽ നിൻ്റെ അകൃത്യം ദൂരീകരിക്കണമേ. എൻ്റെ തലമേൽ ഇനി അകൃത്യം നിൽക്കല്ലേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആദരിക്കുമോ? ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ശക്തിയുടെ ആത്മാവാണത്. അത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. അത് വിശുദ്ധിയുടെ ആത്മാവാണ്. അത് സമാധാനത്തിൻ്റെ ആത്മാവാണ്. അത് കരുണയുടെ ആത്മാവാണ്. അത് പാപിയെ വീണ്ടെടുക്കുന്ന ആത്മാവാണ്. പാപിക്ക് കുറ്റബോധം കൊടുക്കുന്ന ആത്മാവാണ്. പാപബോധം കൊടുക്കുന്ന ആത്മാവാണ്. ഹൃദയത്തെ തകർക്കുന്ന ആത്മാവാണ്. അത് ഹൃദയത്തെ ചുറ്റിക്കൊണ്ട് ഇടിച്ച് തകർത്ത് പൊടിക്കുന്ന ആത്മാവാണ്. ഹൃദയത്തിൽ ജീവജലം പകരുന്ന ആത്മാവാണ്. ആത്മാവ് ജീവൻ്റെ ഉറവയാണ്. ആത്മാവ് ജീവൻ്റെ ജലമാണ്. ആത്മാവ് ജീവൻ്റെ തീയാണ്. ആത്മാവ് ജീവൻ്റെ പ്രസരമാണ്. ആത്മാവ് തീജ്വാലയുടെ ആളിപ്പടലാണ്. ആത്മാവ് തീജ്വാലയാണ്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവാകുന്ന തീയ് ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരണമോ? ആത്മാവിന് തീപ്പൊരി നിങ്ങളുടെ ഉള്ളത്തിൽ പറന്നു വന്നിരിക്കണമോ? ആത്മാവിന് തീപ്പൊരി നിങ്ങളുടെ ശിരസിൽ പറന്നു വന്ന് കിടക്കണമോ? ആത്മാവിന് തീപ്പൊരി നിങ്ങളുടെ ശിരസിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകണമോ? സിരകളിലൂടെ തീപ്പൊരി ഒഴുകട്ടെ. നിങ്ങളുടെ ശരീരത്തിലെ സിരകളിലൂടെ ആത്മാവിന് തീജ്വാല ഒഴുകട്ടെ. ആത്മാവിൻ്റെ തീജ്വാല ആളിയാളി പടരട്ടെ. ആത്മാവിൻ്റെ തീജ്വാല നിങ്ങളുടെ സിരകളിലെ രക്തത്തിലൂടെ ഒഴുകി നിങ്ങളുടെ ശരീരവാസങ്ങളെ വ്യാപിക്കട്ടെ. സപ്തധാതുക്കളിലേക്കും എല്ലാ കോശങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ശക്തി പടരട്ടെ. ആത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ പാപബോധമുള്ളവരായി തീരട്ടെ. ആത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ പാപത്തെക്കുറിച്ച് കരയുന്നവരായി തീരട്ടെ. പാപത്തെ ഓർത്തനുഭവിക്കുന്നവരായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു പുരുഷനായി തീരുവാൻ നിങ്ങൾ ആരെല്ലാം ആഗ്രഹിക്കും പ്രിയരെ? ആത്മാവിന് തീയുള്ളൊരു പുരുഷൻ, ആത്മാവിൻ്റെ ശക്തിയുള്ളൊരു പുരുഷൻ, ആത്മാവിന് തേജസ്സുള്ളൊരു പുരുഷൻ, അതിന് നിങ്ങൾ കൊതിക്കുമോ? ആത്മാവുള്ള പുരുഷൻ. ഓ, ഐ പെർസീവ് ദാറ്റ് ഹി ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. ഇവിടെ ഇതാ ദൈവാത്മാവുള്ളൊരു പുരുഷനാണ് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ വീടിൻ്റെ പടിക്കൽ കൂടി കൂടെ കടന്നു പോകുന്ന ഈ ആൾ ദൈവാത്മാവുള്ള ഒരു പുരുഷനാണെന്ന് എനിക്ക് തോന്നുന്നു. ആരാ പറഞ്ഞത്? ഒരു പാവം സ്ത്രീ, ഒരു പൊട്ട പെണ്ണ്, സാധു സ്ത്രീ. സാധു എന്ന് പറഞ്ഞത് സ്വത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ല, വലിയ കാര്യപ്പെടുപ്പൊന്നുമില്ല, സ്വത്തുകാരിയാണ്, വീടുണ്ട്, ആത്മാവിൽ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകമുണ്ട്. എന്തൊരു ഭാഗ്യം! അധികം സ്വത്തില്ലെങ്കിൽ എന്താണ്, വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താണ്, അവളോ എന്നും കരയുന്നവളുമാണ്. കഥ അറിയാമോ? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം വായിച്ചാൽ കാണാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ ഈ സ്ത്രീയെ കാണാം. ഞാനിപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് പറയാനല്ല, ഒരു കാര്യം സൂചിപ്പിക്കാനാണ് പറയുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ ഈ സ്ത്രീയെ കാണുന്നത്, അവൾക്കൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തെയും ദൈവമക്കളെയും തിരിച്ചറിയാൻ കഴിഞ്ഞു. ദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ദൈവമക്കളെയും തിരിച്ചറിയും. ഇന്ന് ദൈവമക്കളെ തിരിച്ചറിയാത്ത പലരും ദൈവത്തെ തിരിച്ചറിയുന്നെന്നാണ് ഭാവിക്കുന്നത്. തിരിച്ചറിയുന്നില്ല. സഹോദരങ്ങളെ, ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളെയും തിരിച്ചറിയും. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. കരുണയുള്ള കർത്താവ് പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തെ അറിഞ്ഞാൽ ദൈവമക്കളെ തിരിച്ചറിയും. ഈ സ്ത്രീ, ശൂനേമിലുള്ള ആ സ്ത്രീ, അവൾ ദൈവത്തെ അറിഞ്ഞു, ദൈവദാസനായ എലീശയെയും തിരിച്ചറിഞ്ഞു. അവൾ ഭർത്താവിനോട് പറഞ്ഞു, വളരെ സ്വകാര്യമായി പറയുകയാണ് കേട്ടോ, ഈ കൂടെ ഇതിലൊരാൾ പോകുന്നത് കാണുന്നുണ്ട്, അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യക്കാരനുമുണ്ട്, അവരൊരുമിച്ച് പോകുന്നു, ശീലോയിലേക്കാണ് പോകുന്നതൊക്കെ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നു അവൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്നെനിക്ക് തോന്നുന്നു. ഐ പെർസീവ് ദാറ്റ് ഹി ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. അവൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ കാണുന്നവരങ്ങനെ പറയുമോ? നമ്മുടെ പെരുമാറ്റം കാണുന്നവർ ഈ ആത്മീയമായ സമ്മേളനങ്ങൾ വരുമ്പോൾ കാണുന്നവരല്ല, കൂട്ടായ്മയിൽ വരുമ്പോൾ കാണുന്നവരല്ല, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്നവർ, പ്രിയപ്പെട്ടവരെ ജോലി സ്ഥലത്ത് ധൃതഗതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നവർ,
പ്രിയപ്പെട്ടവരെ, നാം അടുക്കളയിൽ ധൃതി പിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നവർ, നമ്മുടെ വിവിധങ്ങളായ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മെ കാണുന്നവർ, നമ്മുടെ സംസാരം കേൾക്കുന്നവർ, അവർ പറയുമോ, ഓ ഹീർ ഇസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്, ഉണ്ട് ഇവിടെ ഒരു ദൈവപുരുഷൻ, ദൈവാത്മാവുള്ളൊരു പുരുഷൻ ഇവിടെയുണ്ട്, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എങ്കിൽ കള്ളക്കണക്ക് എഴുതാൻ സാധിക്കുകയില്ല, എങ്കിൽ അഴിമതി കാണിക്കാൻ സാധിക്കുകയില്ല, എങ്കിൽ കള്ളക്കച്ചവടം നടത്താൻ സാധിക്കുകയില്ല, എങ്കിൽ കൊള്ള ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എങ്കിൽ ആരെയും വേദനിപ്പിക്കാൻ സാധിക്കുകയില്ല. മകനെ, എങ്കിൽ മദ്യപാനം ചെയ്യാൻ സാധിക്കുകയില്ല. മദ്യവെച്ച് ലക്ക് കേട്ട് നിൻ്റെ പാവം ഭാര്യയെ തല്ലാൻ നിനക്ക് തോന്നുകയില്ല. നിൻ്റെ കുഞ്ഞുങ്ങളെ പ്രാകാരം ശപിക്കാൻ നിനക്ക് തോന്നുകയില്ല. കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി മർദ്ദിക്കാൻ നിനക്ക് തോന്നുകയില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം മറ്റെല്ലാവർക്കും അനുഗ്രഹമായി തീരും. നിങ്ങളുടെ വീട്ടിൽ ഭാര്യയ്ക്ക് നിങ്ങളുടെ ആശ്വാസമായിരിക്കും. മകളെ, നിൻ്റെ വീട്ടിൽ നീ ഭർത്താവിന് ഒരു തണുപ്പായിരിക്കും, ഭർത്താവിന് ഒരു കുളിർമയായിരിക്കും. ദൈവജനമേ, നിങ്ങൾ അമ്മായിയമ്മയ്ക്ക് ഒരു വലിയ ആനന്ദമായി മാറും. മക്കളെ, പറഞ്ഞു തരട്ടെ, നിങ്ങളുടെ മരുമക്കൾക്ക് നിങ്ങൾ പ്രമോദമായി മാറും. നിങ്ങളുടെ കുടുംബം സ്വർഗമായി മാറും. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യമുണ്ടാകും. ദൈവാത്മാവ് വന്നാൽ, ആത്മാവ് ഉള്ളത്തിൽ വന്നാൽ കുടുംബത്തിൽ പിന്നെ ഭിന്നതയില്ല. അവിടെ മൂടിക്കെട്ടിയുള്ള വർത്തമാനമില്ല. അവിടെ വ്യാജമായ ഭാവങ്ങളില്ല. അവിടെ കപട അഭിനയങ്ങളില്ല. അവിടെ സൂത്രങ്ങളും കൗശലങ്ങളുമില്ല. അവിടെ തന്ത്രങ്ങളും ഉപായങ്ങളുമില്ല. പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം തുറന്ന് മറയില്ലാത്ത സ്വഭാവമാണ്. എല്ലാവരോടും സ്നേഹമാണ്, ഐക്യമാണ്, വിട്ടുവീഴ്ച മനോഭാവമാണ്, ക്ഷമിക്കാൻ മനസ്സാണ്, എല്ലാം ഏറ്റുവാങ്ങാൻ മനസ്സാണ്, പരസ്പരം പൊറുക്കാൻ താല്പര്യമാണ്. ആർക്കും ആരോടും പരിഭവമില്ല. ഒരാളോട് ഗർവിച്ചിരിക്കുന്നില്ല. വഴക്കില്ല, പിണക്കമില്ല. ഇതെല്ലാം ഭാവനകളാണോ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വെറും പ്രതീക്ഷകളാണോ? വെറും മോഹന വാഗ്ദാനങ്ങളാണോ? അല്ലല്ല. ദൈവാത്മാവിൽ നിങ്ങളാകുമെങ്കിൽ, ആത്മാവിനെ നിങ്ങൾ ഉൾക്കൊള്ളുമെങ്കിൽ, ഇത്രയും കാലം നിങ്ങൾ വേദനിപ്പിച്ച പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ കൈക്കൊള്ളുമെങ്കിൽ, ശുദ്ധമുള്ള റൂഹായുടെ ശുദ്ധമുള്ള കുടിയിരിപ്പ് ഭവനമായി നിങ്ങൾ ചമയ്ക്കുവാനായി ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം. രക്ഷകനായ ക്രിസ്തുവിനെ നിങ്ങളുടെ നാഥനായി നിങ്ങൾക്ക് സ്വീകരിക്കാം. അവനിതാ നിങ്ങൾ കൈക്കൊള്ളാൻ പാകത്തിന് കുരിശിന്മേൽ 3 ആണികളിൽ കിടക്കുന്നു. നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ, ആത്മകണ്ണുകളെ തുറന്നു നോക്കൂ. അവൻ ക്രൂശിന്മേൽ 3 ആണികളിൽ കിടക്കുന്നു. അവൻ്റെ കൈകൾ ആണിയടിച്ച് തകർത്തിരിക്കുന്നു. അവൻ്റെ കാലുകൾ ആണിയടിച്ച് ഒന്നിനുമേലൊന്നായി ചേർത്ത് ആ ഉണങ്ങിയ മരത്തോട് ചേർത്ത് അടിച്ച് ചതച്ച് ചേർത്തണച്ചിരിക്കുന്നു. അവൻ്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തിയിരിക്കുന്നു. ചോരയും നീരും പുറപ്പെടുന്നു. അവൻ്റെ മുഖം ഇതാ രോമങ്ങൾ പിഴുതെടുത്ത് രോമകൂപങ്ങളിൽ രക്തം തുളിച്ചു നിൽക്കുന്നു. മാത്രമല്ല, അവൻ്റെ മുഖത്ത് തുപ്പലേറ്റിരിക്കുന്നു. അവൻ്റെ കന്ന തടിയേറ്റിരിക്കുന്നു. മുഖം വീർത്തു വീങ്ങിയിരിക്കുന്നു. ശിരസിൽ മുൾമുടി വെച്ചിരിക്കുന്നു. ശിരസിൽ നിന്ന് രക്തം തുള്ളി തുള്ളിയായി ഒഴുകി കവിളത്തെ തുപ്പലിനോടും വിയർപ്പോടും ചേർന്ന് കവിളത്തുള്ള രക്തത്തോടും കലർന്ന് താഴോട്ട് ഒലിച്ചിറങ്ങുന്നു. അവൻ്റെ ദേഹത്തൂടെ രക്തം ഒലിച്ചിറങ്ങിയ പാടുകൾ പുറമോ ഒഴിവുചാല് പോലെ കീറിയിരിക്കുന്നു. ദൈവജനമേ, ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ ക്രൂശിലെ യേശുവിനെ കാണുവീൻ. നിങ്ങളൊരു വാക്ക് പറയുവീൻ, യേശുവേ, ക്രൂശിലല്ല നീ കിടക്കേണ്ടത്, എൻ്റെ ഹൃദയത്തിലാണ് നീ കിടക്കേണ്ടത്. എൻ്റെ ഹൃദയമാണ് പാപം നിറഞ്ഞത്. ഇവിടെയാണ് യേശുവിന് ആവശ്യം. ഉണങ്ങിയ മരക്കഷ്ണത്തിലല്ല കർത്താവേ. ജീവനുള്ള ദൈവമേ, നിന്റെ കൈപ്പണിയായി എന്നിൽ നീ വാസം ചെയ്യണമേ. എൻ്റെ ഹൃദയത്തിൽ നീ വാഴണമേ. എൻ്റെ ഹൃദയത്തിൽ നീ ശയിക്കണമേ. എൻ്റെ മാറിൽ നീ തലചായ്ക്കണമേ. എൻ്റെ നാഥ, നിന്റെ തിരുവിലാവ് എനിക്ക് വേണ്ടി തുറന്നത് എനിക്ക് അകത്തേക്ക് പ്രവേശനം തരാനാണല്ലോ. സ്വർഗമണ്ഡലത്തിലേക്ക്, സ്വർഗീയ സന്നിധാനത്തിലേക്ക് പ്രവേശനം തരുവാൻ നിന്റെ ഹൃദയം പിളർന്നിരിക്കുന്നല്ലോ. ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാനിതാ പഴയ ജീവിതത്തോട് യാത്ര പറയുന്നു. മദ്യപാന ശീലങ്ങളോട് യാത്ര പറയുന്നു. സിനിമയോടും അതുപോലുള്ളതായ വെറുക്കൂത്തുകളോടും യാത്ര പറയുന്നു. അശുദ്ധ ചിന്തകളോടും മലിന വികാരങ്ങളോട് യാത്ര പറയുന്നു. കുടുംബത്തിൽ സമാധാനപുത്രനായി തീരുവാൻ, സമാധാനപുത്രിയായി തീരുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. യോസേപ്പിനെ അനുഗ്രഹിച്ച ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആരെല്ലാം പ്രാർത്ഥിക്കും, ആരെല്ലാം തങ്ങളെ തന്നെ സമർപ്പിക്കും, ആരെല്ലാം ദൈവത്തോട് വാക്ക് പറയും, യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി, യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ സ്വർഗീയ സാന്നിധ്യം ഓളം വെട്ടുന്ന
ഈ സമയത്ത് നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ നാഥ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ആണിപ്പാടുള്ള കരം ഓരോരുത്തരുടെ ഐശ്വര്യത്തിൽ വെച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ തൃക്കരം വെച്ചതിനാൽ രോഗങ്ങൾ മാറിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തൃക്കരം വെച്ചതിനാൽ പൈശാചിക ബാധകൾ അകന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ തൃക്കരം വെച്ചതിനായി നാഥ അതുമൂലം അനേകരിൽ നിന്ന് ബാധകൾ ഒഴിയുകയും ബന്ധനങ്ങൾ അഴിയുകയും ചെയ്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനേകർക്ക് ആശ്വാസം നൽകിയതിനായി സ്തുതിക്കുന്നു. മാറാ രോഗങ്ങൾ മാറ്റിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അത്ഭുതം നിവർത്തിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയും കരുണയും ഓരോരുത്തരുടെ മേലും വരണമേ. പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ അന്ത്യത്തോളം കൃപ അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ.